അനുഭവിക്കാനുള്ള ഫലമുണ്ടാകുന്നത്. അത് ധനധാന്യ സമ്പത്തെല്ലാം ഒന്നിച്ച് വീട്ടിനകത്തേക്ക് കയറ്റുന്നത് പോലെ ഈ തൃക്കാലടി വിതറിയ ദിക്കിനകത്ത് ദുഷ്ടമൃഗം വന്ന് കരകയറാൻ ഇടവരുത്താതെ ഉള്ള ഗുണങ്ങൾ തരണം. അമൃതം ഒഴിക്കണം. ക്ഷേണമെന്നുണ്ടെങ്കിലും ഭക്തിന്റെ വിഷാംശം അനുഭവിച്ചിരിക്കുന്ന ശീലമുണ്ടല്ലോ. അതുകൊണ്ടാണ് അതുകൊണ്ട് ഇന്നത്തെ ഇവിടെ സ്ഥലത്ത് വിസഞ്ചാരാണെന്നും വെച്ചിട്ട് തന്നെ മഴയാ ശേഷം കാലിന്റെ മണം ഉറപ്പില്ല മുസ്തഫിനില്ലേ പൈൻകുറ്റി വിഷമായിട്ട് തരുന്നത് എന്റെ വാടിക്കുറ്റിയമ്മ വന്നിരിക്കുന്നതായ രൂപമല്ലല്ലോ. അതിനു വേണ്ടി രൂപം കൊണ്ടും ഭാവം കൊണ്ടും ഞാൻ എന്റെ പ്രത്യക്ഷമായിരിക്കുന്നതായ അവതാര ലക്ഷ്യം കൊണ്ട് ഇങ്ങനെ നായാട്ട് വേഷം ധരിച്ച് മുത്തപ്പം കൈയെടുത്തു. നായ്ക്കിടങ്ങൾക്ക് വട്ടം കണ്ട് അഹല്യാദേവിക്ക് രാമപാദം കൊണ്ട് പാദസ്പർശനം കൊണ്ട് ഉണ്ടായിരിക്കുന്ന മോക്ഷം പോലെ ഈ വീട്ടിനകത്ത് എന്തൊരു കടിവിഷമോ എന്തൊരു കുടിവിഷമോ കാളകൂടമോ ഉണ്ടെന്ന് വരികളെല്ലാം നമ്മുടെ കണ്ടെത്തിക്കളടക്കി നിങ്ങൾക്ക് അമൃത് പൊഴിക്കാം. കിട്ടുവോ? അനുഭവിച്ചിട്ട് അതുങ്ങളെ നാരിമാർക്ക് കൺകണ്ട ദൈവം ഭർത്താവാണല്ലേ. അച്ഛനും അമ്മയും കരം പിടിച്ച് തന്നത് നല്ലൊരു താങ്ങായിട്ടാണ്. ഒരു നെടുന്തൂണായിക്കൊണ്ട് ദൈവാദിനങ്ങൾ ഉണ്ടെങ്കിലും ഒരു തൂണുകൊണ്ട് ഒരു പന്തലാവൂല. എന്നെ കൂടി അനേകം തൂണുണ്ടാവണം അല്ലേ. അങ്ങനെ തൂണ് നാട്ടി നട്ടത് മുഹൂർത്തത്തിങ്കില് ഒരു പിടിപൊട്ടീനാ. അതുപോലെ മുഹൂർത്തത്തിങ്കില് അവിടെ ശബ്ദം കൊണ്ടത്